എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആമി. കുറേ കാലത്തിന് ശേഷം ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വായനക്കാരെ കഥാനായകനോ കഥാനായികയോ ആക്കി തീർക്കുന്ന ഇറ്റാലോ കാൽവിനോയുടെ ഇഫ് ഓൺ എ വിൻറ്റേഴ്സ് നൈറ്റ് എ ട്രാവലർ. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ പുസ്തക വായനയുടെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. ഒരു വായനക്കാരൻ കാൽവിനോയുടെ പുസ്തകം വാങ്ങിക്കുന്നു, അത് വായിക്കുന്നു. പക്ഷേ ആദ്യ അധ്യായം കഴിയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു തൻ്റെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളുടെ ആവർത്തനം മാത്രമാണെന്ന്. ഈ കോപ്പി തിരിച്ചു കൊടുത്ത് പുതിയൊരു കോപ്പി വാങ്ങിക്കാൻ അദ്ദേഹം പോകുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് താൻ വായിച്ചത് കാൽവിനോയുടെ പുസ്തകമേ അല്ല, മറിച്ച് ഒരു പോളിഷ് പുസ്തകമാണെന്ന്. അവിടെ നിന്നും ഒരു വായനക്കാരിയെ നമ്മൾ പരിചയപ്പെടുന്നു, ലുഡ്മില. തുടർന്നുള്ള നോവലുകളിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ലുഡ്മിലയെയും വായനക്കാരനെയും കാണാം. താൻ വായിച്ച പോളിഷ് പുസ്തകത്തിൻ്റെ ഒറിജിനൽ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വായനക്കാരൻ പിന്നീട് വായിക്കുന്നത് ഒരു പുതിയ നോവലാണ്. ഇത്തരത്തിൽ ഓരോ നോവലുകളിലൂടെയുള്ള യാത്രയിലാണ് വായനക്കാരൻ. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ആദ്യ അധ്യായത്തിൽ കൂടുതൽ വായിച്ചെത്താൻ സാധിക്കുന്നില്ല. ആ പുസ്തകങ്ങളെല്ലാം മോഷ്ടിക്കപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്നു. ഈ വ്യാജ പുസ്തകങ്ങൾക്കും അപൂർണമായ കൃതികൾക്കും പിന്നിൽ ആരാണെന്നറിയാൻ വായനക്കാരൻ പബ്ലിക്കേഷനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് എർമിസ് മരാന എന്ന വ്യാജ ട്രാൻസ്ലേറ്ററെ പറ്റി മനസ്സിലാക്കുന്നു. അദ്ദേഹം പബ്ലിക്കേഷനിലേക്ക് അയച്ച കത്തുകൾ ലഭിക്കുന്നു. ആ കത്തുകൾ വായിക്കുമ്പോൾ വായനക്കാരന് ലുഡ്മിലയെ ഓർമ്മ വരുന്നു. പബ്ലിക്കേഷനിൽ നിന്നും വായനക്കാരന് സിലാസ് ഫ്ലാനറിയുടെ ഒരു പുസ്തകം ലഭിക്കുന്നു. അതിൽ ആദ്യ അധ്യായം മാത്രമേ ഉള്ളൂ. ആ പുസ്തകവുമായി അദ്ദേഹം ലുഡ്മിലയെ കാണാൻ എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ ലുഡ്മിലയുടെ പുസ്തക ശേഖരത്തിലും അതേ തലക്കെട്ടുള്ള സിലാസ് ഫ്ലാനറിയുടെ പുസ്തകം. പക്ഷേ ആ പുസ്തകം വായിക്കുന്ന വായനക്കാരനെ കാത്തിരുന്നത് പുതിയൊരു നോവലാണ്. ഈ പുസ്തകത്തിൽ ഏതാണ് യഥാർത്ഥ നോവലെന്നും ഏതാണ് വ്യാജമെന്നും അറിയാനായി ഫ്ലാനറിയെ കാണാനായി അദ്ദേഹം യാത്ര ചെയ്യുന്നു. ഇവിടെ നിന്നും പുസ്തകം ആകെ മാറി മറിയുകയാണ്. ഫ്ലാനറിയുടെ ഡയറി കുറിപ്പുകളിലൂടെയാണ് പിന്നീട് കാൽവിനോ എഴുതുന്നത്. ഒരു എഴുത്തുകാരൻ്റെ പ്രയാസങ്ങൾ എന്താണെന്നും അതുപോലെ താൻ ദിവസവും ടെറസിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ ആരുടെ കൃതികളാണ് ഇത്രയും ആകാംക്ഷയോടെ വായിക്കുന്നത്? തനിക്ക് ഡയറി കുറിപ്പുകളല്ലാതെ മറ്റൊന്നും എഴുതാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലാണ് ഡയറി എഴുതുന്നത്. പിന്നീട് എഴുത്തുകാരനെ കാണാൻ വരുന്ന എർമിസ് മരാന, ലുഡ്മിലയുടെ അനിയത്തിയായ ലൊട്ടാരിയ, പിന്നീട് ലുഡ്മിലയും ഏറ്റവും അവസാനം വായനക്കാരനും എത്തിച്ചേരുന്നു. ഇവരുടെ എല്ലാം വർത്തമാനങ്ങൾ കേട്ട് എഴുത്തുകാരൻ്റെ മനസ്സിൽ പുതിയൊരു നോവൽ ഉടലെടുക്കുന്നു. നോവലുകളുടെ ആദ്യ അധ്യായം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ നോവൽ. അതിൽ ഒരു പുസ്തകം വാങ്ങിക്കുന്ന വായനക്കാരനും ആ പുസ്തകമല്ല താൻ പിന്നീട് വായിക്കുന്നതെന്ന് തിരിച്ചറിയുകയും അവിടെ നിന്ന് പരിചയപ്പെടുന്ന ഒരു വായനക്കാരിയെയും അതുപോലെ ഒരു വ്യാജ ട്രാൻസ്ലേറ്ററെയും ഒരു എഴുത്തുകാരനെയും ഇതുപോലെ ഡയറി എഴുതുന്ന ഒരു എഴുത്തുകാരനെയും വായനക്കാരിയുടെ അനിയത്തിയെയും ഈ കഥയിൽ ഉൾപ്പെടുത്തുന്നു. പിന്നീട് വായനക്കാരൻ തനിക്ക് എന്തുകൊണ്ട് പുസ്തകങ്ങൾ ലഭിക്കുന്നില്ല, ആദ്യ അധ്യായത്തിൽ കൂടുതൽ ലഭിക്കുന്നില്ല എന്ന് അന്വേഷിച്ചുകൊണ്ട് ദൂരെ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇഫ് ഓൺ എ വിൻറ്റേഴ്സ് നൈറ്റ് എ ട്രാവലർ ഇത്തരത്തിലാണ് തുടരുന്നത്. കാൽവിനോ എഴുത്തിലൂടെ സൃഷ്ടിക്കുന്ന മാന്ത്രികത നമ്മെ ഇത്തരത്തിൽ പിടിച്ചിരുത്തും. ഓരോ നോവലും കഥയിലേക്ക് ചേർത്തിണക്കി അവിസ്മരണീയമായ ഒരു വായനാനുഭവമാണ് നമുക്ക് മുന്നിൽ കാൽവിനോ തീർക്കുന്നത്. ഇവിടെ വായിക്കുന്ന 10 നോവലുകളും തികച്ചും ഒന്നിനോടൊന്ന് മികവുറ്റൊരു നോവലുകളാണ്. അവയുടെ രചനാരീതി കൊണ്ടും ആവിഷ്കാര മികവ് കൊണ്ടും വളരെ വ്യത്യസ്തമാർന്നവയാണ്. ഈ നോവൽ വായനയിലെ ഓരോ അധ്യായവും നമുക്ക് പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷ ഉടലെടുപ്പിക്കുന്നു. ഞാൻ ഈ പുസ്തകത്തിൽ എത്തിപ്പെട്ടത് അജയ് പി മങ്ങാടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന പുസ്തകത്തിലൂടെയാണ്. അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം. വിചിത്രസുന്ദരമായ ആ നോവലിൽ വായനക്കാരൻ തന്നെയാണ് കഥാനായകനായി തീരുന്നത്. ഒരു വായനക്കാരൻ അപര വായനക്കാരനെ തിരയുന്നു. അപൂർണമായ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്കുള്ള സഞ്ചാരം.
ഒരു പുസ്തകം നമ്മെ മറ്റൊരു പുസ്തകത്തിലെത്തിക്കുന്നു, അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് തന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യമല്ലേ? കാൽവിനോട് പുസ്തകം വായിക്കുന്ന ഓരോ വായനക്കാരനും അത് വായിക്കാൻ നമ്മളെ പിടിച്ചിരുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഈ പുസ്തകം കൂട്ടുകാർക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. താങ്ക് യു.